നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെത്ത് സ്റ്റാൻഡിംഗ് ആണ് എപ്പിസോഡ് നമ്പർ 13. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അത് നമ്മൾ ഹാർട്ട്മെനെ കണ്ടായിരുന്നു ആൻഡ് പുള്ളിക്കാരൻ്റെ ഫാമിലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ബീച്ചിലേക്ക് ഡൈവ് ചെയ്ത് പോകുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ആൻഡ് ഒരു ഓർഡറാണ് ഇപ്പോഴത്തേക്ക് തന്നേക്കുന്നത്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിലത്തേക്കും ഇവിടുത്തെ വേറെ എന്താണ്ട് ഒരു സ്ഥലത്തേക്ക് അടുത്ത സാധനം ഡെലിവറി ചെയ്യാനാണ്. ബേസിക്കലി ഗെയിം അങ്ങനെ തന്നെയാണല്ലോ. സോ The first step is to put a shelter with our scientists on the Chiral Network. Okay. Now, we don't know the first thing about Emily's status or what Higgs is up to. Okay, cool. That's a concern for us as much as you. But we won't know more until we get to Edge Knot City. And that means connecting this region first. You should start with the geologist and the paleontologist. The latter's holding something for the Evo-Devo biologist, so I recommend you save her for last. That way, you can finish a delivery and link up the final site in one go. Once all three are on the grid, come back here. Then we can get to work on the replacement for that lost way station. സോ ടോട്ടലി 4 ഡെലിവറി ഉണ്ട് പരിപാടി ചെയ്യാനായിട്ട്. 4 ഡെലിവറി എന്നല്ല, 4 സ്ഥലത്ത് പോയിട്ട് നമ്മൾ കൈറൽ നെറ്റ്വർക്കിലേക്ക് ലിങ്ക് ചെയ്യാനായിട്ടുണ്ട്. ആദ്യം എന്താ പാലിയന്തോളജിസ്റ്റ്, ബയോളജിസ്റ്റും വേറെ എന്താണ്ട് ഓളജിസ്റ്റിനെയും കൂടെ കൂട്ടിയിട്ട് ഇവിടുത്തെ വേ സ്റ്റേഷൻ ടാറിൻ്റെ ലെവൽ പൊങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു കൈറൽ നെറ്റ്വർക്ക് സ്റ്റേഷൻ മുങ്ങിപ്പോയി. അപ്പോൾ അതിനൊരു റീപ്ലേസ്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടേക്ക് ഓൺ ഓർഡേഴ്സ്. സാമിൻ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ജിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോവാം. സെലക്ട് മൾട്ടിപ്പിൾ. രണ്ടാമത് ആൻറ്റി മാറ്റർ ഓ മൈ ഗോഡ്, രണ്ടും കൂടെ ഒറ്റയടിക്ക് ഞാൻ ചെയ്യണോ? A geologist of ours has been studying fossils as part of his research into prehistoric extinction events. ഇത് പണ്ട് ഡൈനോസോഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. Has begun to suffer the effects of chiral contamination. No doubt the result of excessive exposure to chiralium during the dig. So basically chiralium poisoning. Properly decontaminated, his work can't proceed. Okay. Nor will his health improve. So we need you to bring him some chiralium scrubbing agents. The strata even investigating dates from the end of the Cretaceous period. Okay. The time of the infamous mass extinction, which brought the reign of the dinosaurs to a close, leaving small mammals to inherit the Earth. It's the most recent of the Big Five, and one of the largest mass extinctions the world has ever seen. In any event, our team found something truly remarkable. Can you guess what it was? A fossil beach. If that is indeed what it is, then he has made a tremendous discovery. Therefore, Sam, it is essential that you deliver those chiralium scrubbing fossil beach, അതായത് പ്രീ ഹിസ്റ്റോറിക് ടൈമിലുള്ള ഡൈനോസോഴ്സിന്റെ ഫോസിൽസ് കിട്ടുന്ന ഒരു ബീച്ച് കണ്ടുപിടിച്ച് കാണും എന്ന്. ഓക്കെ, മറ്റേ ട്രാൻസ്പോർട്ടിന് Apparently the fossils he wants to study are buried deep beneath tar, and the only way he can get to. Now, hopefully I don't need to tell you to be Okay. So വീണ്ടും thermal pad. Indispensable gear for cold weather operations, especially useful when traversing snow-capped mountains. Okay, ഒരു തെർമൽ പാഡ് ഞാൻ എന്താണ് ഉണ്ടാക്കി വെക്കല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീണ്ടും കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ടേക്കുന്ന ആൾക്കാരാണ് എന്തൊക്കെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൗണ്ടൻ അല്ലെങ്കിൽ ഈ ഒരു റീജിയന് പണ്ട് കാലത്തെ ഡൈനോസേഴ്സും പ്രീ ഹിസ്റ്റോറിക് ജന്തുക്കളും എല്ലാം നടന്നിരുന്നതും ആ ഒരു എക്സ്റ്റിങ്ഷൻ സംഭവിച്ച റീജിയനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്ഥലവും കൂടെയാണ് ഈ ഒരു മൗണ്ടൻ. ആ കാരണം കൊണ്ടാണ് ഇവരെല്ലാം ഈ ബേസ് കെട്ടി വെച്ചേക്കുന്നത്. ഇതിൽ അപ്പോൾ ചില ഈ ജിയോളജിസ്റ്റുകളും ആൾക്കാരെല്ലാവരും കൂടെയും ഈ എക്സ്കവേറ്റ് ചെയ്തിട്ട് ഈ ഫോസിൽസ് കണ്ടുപിടിച്ചിട്ട് ഈ ഡെത്ത് സ്ട്രാൻഡിങ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ്. ലൈക്ക് ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് വാട്ട് ഹാപ്പൻഡ്, അല്ലെങ്കിൽ ഡെത്ത് സ്ട്രാൻഡിങ്ങിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ, അത് തടയാൻ വേണ്ടി അവരെന്താണ് ചെയ്തത്, ലൈക്ക് കുറേ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പോഴും ഇത്രയും വർഷങ്ങളായിട്ടും ഇവിടെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ബ്രിഡ്ജസിന് അല്ലെങ്കിൽ UCAന് ഈ ഡെത്ത് സ്ട്രാൻഡിങ്ങിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് കുറവാണ് അറിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസ്കവറീസ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ അവൻ്റേതായിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരുത്തൻ കുഴിച്ച് അവൻ കണ്ടുപിടിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോസിൽ ബീച്ച് ആണോ എന്ന് സംശയമുണ്ടെന്ന്. അപ്പോൾ അവന് കുറേ കാലം മാന്തിക്കൊണ്ടിരുന്നിട്ട് അവന് കൈറാലിയം പോയിസണിങ് അടിച്ചു. അതുകൊണ്ട് തന്നെ സ്ക്രബിങ് ഏജൻസ് കൊടുത്തിട്ട് അവനെ കുറച്ചും കൂടെ സമാധാനപ്പെടുത്താനായിട്ടാണ്. രണ്ടാമത്തെ ആൾ
ഫോസിൽ കണ്ടുപിടിച്ചു എന്നാണ് വിശ്വാസം. പക്ഷെ ഭയങ്കര അണ്ടർഗ്രൗണ്ടാണ് സാധനം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാറിൻ്റെ കുന്ത്രാണത്തിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിപ്പിച്ച് സംഭവം ചെയ്യാനായിട്ട് മറ്റേ ആൻറ്റി മാറ്റർ ബോംബ് വേണം. നമ്മൾ എനിക്ക് ഡെലിവറി 35 എങ്ങാണ്ടിൽ ചെയ്തെന്ന പോലെ തന്നെ മറ്റേ ഒരു ഉണ്ടയായിരിക്കും. ഉണ്ട കുലിയും കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും, താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും, വെറുതെ നടന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ആ സാധനം ഞാൻ എടുത്തുകൊണ്ട് പോകണം. 2 ഡെലിവറി ഒറ്റയടിക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നടന്നാൽ കൊള്ളാം. ബൈ ദ വേ, ഈ സീരീസ് ഇതുവരെ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ താഴെ കമൻറ്റിൽ അറിയിച്ചാലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി, കാര്യം ചോദിച്ചുകൊണ്ട്. നിങ്ങൾ ചോദിക്കാണ്ട് എനിക്കൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. പിന്നെന്തുള്ള വേറെ എന്തായിരുന്നു? Sam, I'm sure you haven't forgotten. ശരി. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു സീരീസിന് ഞാൻ പറഞ്ഞു തരുന്നു, ഒരു 4 hours 5 hours അപ്രോക്സിമേറ്റ്ലി ഉണ്ട്. അതായത് നമ്മുടെ ഒരു 5 വീഡിയോ അല്ലെങ്കിൽ 5 വീഡിയോ എന്ന് കൂട്ടി 5 വീഡിയോ കൂടെ ഉണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞ് ഡെത്ത് സ്ട്രാൻഡിംഗ് 2ലേക്കാണ് പോകാൻ പോകുന്നത്. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. സെറ്റാണ്. നമ്മൾ കറക്റ്റ് അതിൻ്റെ സ്ട്രീം ലൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി നമ്മൾ മറ്റേത് കളിക്കുന്ന കാരണം കൊണ്ടും ഒരു സാധനവും മിസ്സാകത്തില്ല. എല്ലാ റെഫറൻസും നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ലൈക്ക് ഒരു കിടിലം ഫ്ലോയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെറ്റ്. പറഞ്ഞ പോലെ എനിക്ക് സിപ്പ് ലൈൻ ഉപയോഗിക്കാമല്ലോ. ഇവിടെ സിപ്പ് ലൈൻ ഉള്ളു. ഞാനിവിടെ നെറ്റ്വർക്കിൽ കണക്റ്റഡ് അല്ലേ ആണ്. നോക്കട്ടെ. നമുക്ക് ഒരു റൂട്ട് മാപ്പ് നോക്കാം. റൂട്ട് മാപ്പ് ഇതെന്താ കോവിഡ് തപ്പി നടക്കുന്ന പോലെയാണല്ലോ റൂട്ട് മാപ്പ് നോക്കുന്നത്. വീട്ടിൽ ഈ ഒരു സിപ്പ് ലൈനിൽ നിന്ന് കയറിയിട്ട് നമുക്ക് ഇവിടെ എത്താം. അവിടെ നിന്ന് പക്ഷെ സിപ്പ് ലൈൻ ഇല്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സിപ്പ് ലൈൻ ഉണ്ട്. ഡയറക്റ്റ്ലി അങ്ങ് ഓടിച്ച് പോയാൽ പോരെ? ഐ തിങ്ക് ഓടിച്ച് പോവാം, അതായിരിക്കും കുറച്ചും കൂടെ സേഫ്. കാരണം ആ സിപ്പ് ലൈൻ തീരുന്ന അവിടെ ഞാൻ പിന്നെ നടന്നു പോകേണ്ടി വരും. ഇത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഫാസ്റ്റർ, ബട്ട് കുറച്ചും കൂടെ ഡിസ്കി. ഓക്കെ, നമുക്ക് ഈ വഴി ഇങ്ങനെ പോകാം. യൂഷ്വലി ഞാനിങ്ങനെ പാത്ത് പ്ലോട്ട് ചെയ്യുന്നൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. ഇന്നെന്താണ് ഇരിക്കട്ടെ എന്ന് ഓർത്തു. ഓക്കെ, സോ ഡബിൾ ഡെലിവറിയാണ് ചെയ്യാനുള്ളത്. സൂക്ഷിച്ച്. Hartman told you all about the lake. Oh yes, ലേക്കിനെ കുറിച്ച് പറഞ്ഞു. Created it, changed his life forever. Yeah, മറ്റേ ഹാർട്ട് ഷേപ്ഡ് സംഭവം. Not only did he lose his family, he very nearly lost himself. For 21 minutes, he was in a state of cardiopulmonary arrest. Under normal circumstances, he would have died. Therapeutic hypothermia saved his life. But the 21 minutes he spent on the other side had a lasting effect on him. Perhaps due to the shock, his doom's abilities seem to have increased. And now he takes every opportunity to walk the beach in search of his family. My apologies, Sam. You came all this way to visit me, yet I neglected to give you a proper farewell. Do be careful out there. As I mentioned before, this region is rich in memories of death and extinction. It should come as no surprise that BTs are sighted here more frequently. Oh, sheesh. Perhaps you recall the models in my lab? Their designs were all based on eyewitness accounts. Though I suppose they must have struck you as strange, considering that many times you've come face to face with the real McCoy. Oh no. BT ഉണ്ട്. പുല്ല്. ഷീഷ്. ഇത് പണി കിട്ടും. ഇത് ഞാൻ പറയുകയാണ് എന്റെ ബോംബ് പൊട്ടിത്തെറിക്കും, ഉറപ്പാ. വേറൊരു സാധനം കിട്ടിയില്ല. അവൻ എന്റെ ആന്റി മാറ്റർ ബോംബാ അവന് വേണ്ട. ഓ നോ. വഴിയൊന്നും കാണാൻ മേലേ. അയ്യോ, ഹെൽപ്പ്. എന്റെ ബാൻഡ് റെഡായി. ആന്റിമാറ്റർ ബാമ്പ് ഇപ്പൊ പൊട്ടിത്തെറിക്കും കേട്ടോ. ബോംബ്.
ഓ നോ, എൻ്റെ മറ്റേ ടാഗ് ചൊമ്പായിട്ടോ. അതിന്റെ ടാഗ് റെഡായി. ഓ നോ, അത് ഡെഫിനറ്റ്ലി പൊട്ടിത്തെറിക്കും. നമുക്ക് പണി കിട്ടി. അടുത്ത സ്ഥലത്തോട്ട് ഞാൻ നടന്നു പോകേണ്ടി വരുമോ? Thank God for that. Yep. I was worried you might not get here in time. But then I've done nothing but worry of late. Okay. I've been haunted by those visions you doom sufferers see. That end of day stuff. Huh? I put the nightmares down to fatigue. Possibility of chiral contamination never even occurred to me. It's just lucky we caught it before the suicidal stage. Dying's not an option. My research is nowhere near complete. It's not just my life you're saving here. It's my life's work. നൻപേണ്ട. I started to wonder if I'd ever see these meds. I guess you really are good at what you do. യപ്പ് ഞാൻ കിട്ടില്ലോ. Thank you. യൂട്യൂബ് കൈരൽ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യട്ടെ ചേട്ടനെ. അതിനൊന്നും ഡാമേജ് അടിച്ചിട്ടില്ലല്ലോ. മറ്റേ പിന്നെ ഫ്രാജൈലാണ്. ശരിയാ. 155 ട്രാൻസ്പോർട്ടർ ബ്രിഡ്ജസ് ലിങ്ക് ലെവൽ 40. ഓക്കെ, കയ്യിൽ നെറ്റ്വർക്കിലേക്ക് കുത്തിക്കയറ്റി. ആ റീജനും സെറ്റായി. ഇനി താഴത്തെ ആ ഒരു ലൈനാണ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ക്ലൈംബിംഗ് ആങ്കർ ലെവൽ 2. അതെന്താ ലെങ്ത് കൂടുതലുണ്ടായിരിക്കില്ല റോപ്പിന്? Okay. And just like that, I'm part of the UCA, with access to a treasure trove of historical research materials. Studying this fossil beach should be a good deal easier now. Cool. Assuming I can prove once and for all that that's what it is. Honestly, though, I'm just excited I can... Okay. Can you believe I found chiral deposits in strata 65.5 million years പഴയ chiral deposit അവൻ കണ്ടുപിടിച്ചു. Evidence of an ancient Death Stranding. പണ്ട് സംഭവിച്ചിട്ടുണ്ടെന്ന്. Chiral matter has existed on Earth since long before the dawn of man. This stratum is proof of that. Look at this, Sam. Do you see that black fissure there? We believe this is the source of the Chiralian readings. In the distant past, earthquakes cause frictional melting along fault lines, producing layers of what is known as pseudotaculite. We call these layers fossil earthquakes. Extending the principle, our fissure here is what one might term a fossil beach. The presence of Chiralium in this of all strata cannot be a mere coincidence. It strongly suggests that beaches must have appeared during the Cretaceous-Paleogene extinction event. അതായത് പണ്ട് ഡൈനോസറിന്റെ സമയത്ത്. The Chiral Network has recovered data suggesting that similar fossil beaches were discovered in strata corresponding to other extinction events too. The Big Five. That would seem to indicate the Big Five and all other major extinctions were accompanied by the appearance of beaches. In expanding the Chiral Network, you've helped us glimpse a pattern in these scattered points of data. You've furthered our individual research projects. So basically, ഇയാള് പറയുന്നതിന് മുമ്പ് നടന്നേക്കുന്ന എല്ലാ എക്സ്റ്റിങ്ഷൻസും a matter of time before we recover all we have lost and solve every mystery that remains. But this is only the beginning. See this through, Sam, and there's no telling what we might learn. എല്ലാ എക്സ്റ്റിങ്ഷനും എല്ലാ സംഭവത്തിന് മുമ്പ് നടന്നേക്കുന്നതിന്റെ അതിന് പുറമെ ഡെത്ത് സ്ട്രാൻഡിങ്ങും കൂടെ നടന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ. സോ ഡെത്ത് സ്ട്രാൻഡിങ് കാരണമാണ് ഈ എക്സ്റ്റിങ്ഷൻസ് സംഭവിച്ചത്. അത് ഈ എക്സ്റ്റിങ്ഷൻസ് നടന്ന കാരണം കൊണ്ടാണ് ഡെത്ത് സ്ട്രാൻഡിങ്ങും ഈ ഒരു ബീച്ചിന്റെയും ഒരു എന്താ പറയുക പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നതിന്റെ കാരണം എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ അതും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. എൻ്റെ കാലിൽ ഞാൻ ഇത് ഇട്ടിട്ടില്ലേ, സൂന ഇട്ടിട്ടില്ലേ, ബ്രിഡ്ജസ് ബൂട്ട് ഞാൻ സ്കെൽട്ടൺ ഇട്ടിട്ടില്ലേ, ഓൾട്ടറിൻ സ്കെൽട്ടൺ ഇല്ലല്ലേ? ഞാൻ ഓൾട്ടറിൻ സ്കെൽട്ടൺ ഇട്ടിട്ടില്ല. Equip. Damage 73%, contain damage 50%. Oh no. ഏ സൈഡിലോട്ടായിരുന്നു പോകണ്ടേ? എനിക്ക് വഴി തെറ്റിപ്പോയി. അതേ ഇരിക്കുന്നു 8. നമുക്ക് നടന്നു പോവാം. അതാണ് ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാവൽ.
കാരണം അല്ലാണ്ട് പോയി കഴിഞ്ഞാലേ ചെറിയ പണി കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. വെയിറ്റ്, ആക്ച്വലി ഇവിടെ നിന്ന് ബിൽഡ് ചെയ്താൽ ചിലപ്പോൾ അവിടം വരെ എത്തും കേട്ടോ. ഓ എത്തി 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 എത്തി. വെയിറ്റ്, ഇനി നമ്മൾ വെയിറ്റ് ചെയ്യും. ജീവിതം കുറച്ചും കൂടെ സമാധാനാക്കാനായിട്ട് അതെന്ത് കിണ്ടി? നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ സമാധാനം കിട്ടാനായിട്ട് ഒരു സിപ്പ് ലൈനും കൊണ്ടുണ്ടല്ലോ ഇതിൽ നിന്ന് കണക്ട് ചെയ്യുന്നേ. ഇഫ് ഐ എം നോട്ട് റോങ്, ഒരെണ്ണം കൂടെ ഉണ്ട്. ഓ, ഞാൻ ചെയ്തതിലെ ഏറ്റവും നല്ല ഡിസിഷൻ എന്താണെന്നറിയോ? നടന്നു വരല്. ഞാൻ ചെയ്ത ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു നടന്നു വരല്. കുറച്ചധികം ഡാമേജ് ആയിട്ടുണ്ട്, പക്ഷെ ഹോപ്പ്ഫുള്ളി ഇത് പ്രശ്നം ഉള്ളതായിട്ട് അവൻ കാണത്തില്ല. ചേട്ടാ, അവന് ബോംബ് വന്ന തരാനല്ലോ. ഞാൻ ആരുടെ? ഡൈനമൈറ്റ് ഡീലറാ, വെപ്പൺസ് ഡീലറാ. Or did you just get lucky? Ooh. It's clear you and the landscape got pretty well acquainted. You want to be more careful. Yeah, in the cargo 70% ഡാമേജ് എങ്ങാണ്ട് അടിച്ചു. 73% ഡാമേജ് അടിച്ച്. കുഴപ്പമില്ല. കാർഗോ കണ്ടീഷൻ സി ആദ്യമായിട്ടാണ് എനിക്ക് സി കിട്ടുന്നത്. You can set up the Chiral Network while I work. Okay. അപ്പൊ ഈ സ്ഥലം കുത്തി കയറ്റി കൈറൽ നെറ്റ്വർക്കിലേക്ക് സെറ്റ്. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് നോർത്ത് പോകണം. ഓക്സിജൻ മാസ്ക്, ഹെമാറ്റിക് ഗ്രനേഡ് ലെവൽ 2. Anyway, as it turns out, Sam Bridges, I have a favor to ask. Okay, ഇവനാണ് was on his way here with something very valuable, but dropped it en route. It's a 200 million year old ammonite, which looks, he says, almost as if it were still alive. Huh. He apparently stumbled across it in a boulder field, which had previously been hidden beneath a glacier, but that's not the half of it. The man claims this ammonite has an umbilical cord. An umbilical cord. Ammonite Probably skeptical, but the specimen merits study, and I wasn't about to leave such delicate work to an amateur. So I asked him to carve out the whole surrounding chunk of rock and bring it here to me. Naturally, I wanted to compare it with contemporary specimens in the vicinity, which is why I had him excavate a number of those in addition to the one he told me about. But what does the dumb fuck go and do? He loses the whole shipment. Didn't even have the good sense to mark which container had the ammonite with the umbilical cord. The cargo was supposedly lost in the area to the southwest, where toxic gases have a tendency to build up. Oxygen mask. Old Mr. Reliable claims his cargo scanner is broken, and there's no way he can recover the shipment. But you could track it down. Maybe. To protect you against the fumes, I'll provide you with an oxygen mask. Just to be safe. You can pick it up when you accept the order. That fossil could represent an epochal discovery. While there are examples of viviparous fish, Ammonite. an ammonite with an umbilical cord Mean is only. unheard of. And if it is indeed 200 million years old, it would also correspond with the end Triassic extinction, another one of the big five. Could the umbilical cord be connected to the beach? We must recover that cargo at all costs. It could provide a vital clue to the mechanisms underpinning the Death Stranding. We're so close. So very, very close to grasping the true nature of the phenomenon. Hurry, Sam. We cannot risk that ammonite being lost. Ammonite. By the way, ഈ വീഡിയോ ഇവിടം വരെ കണ്ടെത്തിക്കുന്ന ആൾക്കാരാണെങ്കിലേ ഹാഷ്ടാഗ് അമനൈറ്റ് AMMONITE അമനൈറ്റ് ഇതൊരു മീനാന്നാ പറയുന്നത്. അപ്പോൾ
ഇവിടുത്തെ ചേട്ടൻ ഈ കുറെ ഫോസിൽ സാധനങ്ങളെല്ലാം എക്സ്കവേറ്റ് ചെയ്യുന്ന എക്സാമിൻ ചെയ്യുന്ന ആളൊക്കെ അല്ലേ. അപ്പോൾ ഏതൊരു പോർട്ടർ പണ്ടത്തെ ഒരു ബോൾഡർ ഫീൽഡ്, അതായത് കരിങ്കല്ല് കിടക്കുന്ന സ്ഥലത്തേക്കാണ് നടന്നപ്പോഴത്തേക്കും പണ്ടത്തെ ഗ്ലേഷ്യറും കൊണ്ട് മൂടി കിടന്നതാണ്. അവിടേക്കാണ് നടന്നപ്പോഴത്തേക്കും ഒരു അമനൈറ്റിനെ കണ്ടു എന്ന് പറഞ്ഞു. അത് മീനാന്നാണ് അവകാശപ്പെടുന്നത്. ആ സാധനത്തിന് ഒരു അമ്പലിക്കൽ കോഡ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ അറിവിൽ ഈ ബീറ്റീസിനും അങ്ങനെ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ബീച്ചായിട്ട് കണക്ഷനുള്ള സാധനങ്ങൾക്കാണ് ഈ അമ്പലിക്കൽ കോഡ് ഉള്ളത്. അപ്പോൾ ഇയാൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനോട് അത് വെട്ടിയെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പുള്ളി വരുന്ന വഴിക്ക് അത് ഏതോ കൊക്കെ കൊണ്ട് കളഞ്ഞ് നമ്മളത് തിരിച്ചിനി എടുത്തുകൊണ്ട് വരണം. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ റിക്കവറി ആമനൈറ്റ്സ് ഇത് സൈഡ് മിഷനാണ്, പക്ഷേ എസെൻഷ്യൽ സൈഡ് മിഷൻ. ഇത് ചെയ്യാണ്ട് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തില്ല സാഡ്ലി. അതുകൊണ്ട് oxygen mask, huh? Good idea. It'll filtrate the air and keep you breathing normally. In addition to protecting you from toxic. അതും ബാറ്ററി ലെവൽ നോക്കണം. ഹിമാറ്റിക് ഗ്രനേഡ് ലെവൽ 2 അതും ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കി വെക്കട്ടെ. ഓക്കെ, കളക്ട് ഓൾ 5 കണ്ടെയ്നേഴ്സ് ഓഫ് ആമനൈറ്റ്സ്. ആക്ച്വലി ഞാൻ മറ്റേ തോക്ക്, സ്റ്റിക്കി തോക്ക്, അതെടുത്താലോ? അതൊരെണ്ണം ഉണ്ടാക്കാം. അതാകുമ്പോൾ ഞാൻ അതിൻ്റെ വായ വരെ പോണ്ടി വരില്ലല്ലോ. അയ്യോ തൊളയാ. ആക്ച്വലി ഞാൻ വഴിയൊന്ന് നോക്കട്ടെ കേട്ടോ. പുല്ല് ഇതിൻ്റെ അടിയിലേക്ക് തന്നെ എനിക്ക് പോകണ്ടേ, ഈ കൊക്കയുടെ അകത്തേക്ക് തന്നെ എനിക്ക് പോകണ്ടേ. ഓ ഓക്കെ. ഓ അതാണ് ടോക്സിക് ഫ്യൂം ഉണ്ട്, കിണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. എനിക്ക് മേളിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുമോ? ആക്ച്വലി പറ്റുമായിരിക്കും, നോക്കട്ടെ. സ്റ്റിക്കി ഗൺ. ഓ ഞാൻ കിടിലോടെ, ഞാൻ കിടിലം, ഞാൻ ദൈവം. ഈസി. മസ്തി ബേബി ഗുസ്തി ബേബി മസ്തി ബേബി ഗുസ്തി ബേബി. ഫ്രീ ഓക്സിജൻ മാസ്കും കിട്ടി. സെറ്റ്. You found it. Let me see. I have to see it. Oh my. It really is immaculately preserved. Uncannily even. Okay, perfect. 1%. 1% ഞാൻ അടിച്ചു വിട്ടോ അതിനെ. ഓക്കെ, കൊള്ളാം. Thanks for bringing in that look. And yes, it did indeed include an ammonite with a bona fide umbilical cord attached. I've already sent some images and preliminary analysis to Hartmanലേക്ക് കൊടുത്തു. Interestingly, it seems the surrounding strata contain traces of tar, which lines up with one of his theories. Anyway, I know you only just brought this ammonite here, but I'd like you to deliver it to a colleague of mine, an Evo-Devo biologist. Lately, she's taken an interest in the tar, and I think she'd be eager to examine this particular specimen. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനം നമ്മൾ അടുത്ത ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോകണം. അതാണ് നമ്മൾ മൂന്നാമത് പോകേണ്ട സ്ഥലം. ഓക്കെ. To clarify, she has been studying how the tar may have influenced the development of various organisms. Accordingly, I would ask that you also help the tar collectors deployed near her shelter and deliver them along with the ammonite. It would be too dangerous for her to attempt to retrieve them herself.
which is why we must impose upon you. പുള്ളിക്കാരി By ടാർ aiding our research, പഠിക്കുന്ന we ചേച്ചിയാ. may yet inch closer to Tar unraveling it. the secrets of the Death Stranding. We've already made so much progress with the data recovered. With your continued help, We can accomplish even more. Okay. Good work. നമ്മളിങ്ങനെ പാട്ടിയെ പോലെ ഓടിപ്പിക്കുക എന്നുള്ളത് ഇവന്റെ ഒരു ശൈലിയാ. ഭാഗ്യത്തിന് ഈ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താ. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മൾ ഒരു സ്ഥലത്തോട്ട് ആദ്യമേ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. സോ ഭയങ്കര രസം ഉണ്ടാവാനായിട്ട് സാധ്യത കുറവാണ്. എൻ്റെ ലെഫ്റ്റ് കയ്യിൽ PCC അല്ല അറ്റാച്ച് ചെയ്തേക്കുന്ന. നമുക്കൊരു ഹുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. BT ഉള്ള സ്ഥലമാണ്. ജീവിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഈസിയസ്റ്റ് ഡെലിവറി ഓഫ് മൈ ലൈഫ് അവന്മാർ സെറ്റാക്കി. അതുകൊണ്ട് എന്താണെങ്കിലും ആൻറ്റി മാറ്റർ ബോംബും കുന്തറാണ്ടൊന്നും ഇല്ലല്ലോ. സമാധാനമുണ്ട്. എനിക്ക് അനങ്ങിയും ചാടിയൊക്കെ നടക്കാം. നമ്മളെ കൊല്ലത്തില്ലല്ലോ ഇനി BTനെ കാണുമ്പോൾ BTകളുടെ മണ്ടടിച്ച് ഞാൻ പൊട്ടിച്ചാൽ മതി. ഞാൻ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഇപ്പൊ എന്തൊക്കെ സാധനം എൻ്റെ ബാറ്ററി വലിക്കുന്നേ? ഓക്സിജൻ മാസ്ക് ബാറ്ററി വലിക്കും, എൻ്റെ കാലിലിട്ടേക്ക സാധനം ബാറ്ററി വലിക്കും, എൻ്റെ പവർ ഗ്ലൗസ് ബാറ്ററി വലിക്കും. ഇത് സോളാർ റീചാർജ് ഇല്ലേ? ഉണ്ടല്ലോ. ഇത് ഊർന്ന് താഴത്തേക്ക് പോകാൻ വല്ലതും പറ്റുമോ? എന്തെങ്കിലും മാർഗം ഉണ്ടോ? വല്ല സ്ലെഡോ അല്ലെങ്കിൽ സ്നോ വല്ല ഷൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു സംഭവം ഉപയോഗിക്കുന്നില്ലല്ലോ. എൻ്റെ ഓക്സിജൻ മാസ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ ഇത് മൊത്തം തിന്നുന്ന എൻ്റെ ബാറ്ററി. ഇവിടെ BT ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആണല്ലോ. ഇത് BT ഉള്ള ഏരിയയാണ്. ടോക്സിക് ഫ്യൂംസ്, ഓൾഡ് വോൾക്കാനോ ഒബ്സർവേറ്ററി, tar extraction device. Oh no. എവിടെ എൻ്റെ സ്റ്റിക്കി ഗൺ? ഒരെണ്ണമെങ്കിലും പ്ലീസ് പണിയെടുക്കണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും. എടാ പന്നകള്. ഒരു കാരണവശാലും ജീവിക്കാൻ സമ്മതിക്കില്ലാത്ത ഓരോ ജന്തുക്കളുടെ ഒരു കാരണവശാലും ജീവിക്കാൻ സമ്മതിക്കില്ലാത്ത കുറെ ജന്തുക്കളുണ്ട് ഈ കളിയുടെ അകത്ത്. എനിക്ക് ഒരെണ്ണത്തിന്റെ മറ്റേ കോഡ് സ്നിപ്പ് ചെയ്യുന്ന പരിപാടി അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇവന്റെ മേത്ത് ചെയ്യാൻ പറ്റൂല. ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ. ഞാനിത് കണ്ടില്ല, ഇത് എടുത്തില്ലേ. കുറച്ച് ദൂരെയാ, കുഴപ്പമില്ല. അവിടെ ഉള്ളത് അവിടെ നിന്നോട്ടെ. അവിടെ ഉള്ളത് നമ്മളെ ശല്യം ചെയ്യുന്നില്ല.
പോകത്തില്ലേ അവൻ? അവന് ഭയങ്കര വലുപ്പമുള്ളവനോടെ. അവന് ഭയങ്കര വലുപ്പമായതുകൊണ്ട് അവനെ കൊല്ലാനായിട്ട് കുറേ കൂടെ ബ്ലഡ് വേണം. പ്ലീസ് ഞാൻ ഈ ഏരിയയിൽ നിന്ന് പൊക്കോട്ടെ. വള ചട്ടിന്ന് എരിതിയിലേക്ക് ഇതേ അടുത്ത സ്ഥലം. എനിക്ക് പോണ നോർത്താ. ഞാനെന്തിനാ ഇങ്ങോട്ട് താഴത്തോട്ട് വരുന്നേ? താഴത്തോട്ട് ഇറങ്ങിയാലല്ലോ കുഴപ്പമില്ല. ഞാൻ താഴത്തോട്ട് പോകുന്നില്ല. ഞാൻ BTSനെല്ലാം മറികടന്ന് ഞാൻ ഇപ്പറ സൈഡിൽ കൂടെ പോകും. അപ്പം നീ എന്നെ പണ്ണുവേ ഡിവോ ബയോളജിസ്റ്റ്. എത്തിയടാ. അമ്മേ. മൈ ഗോഡ്. ഫൈനലി ഞാൻ ബ്ലഡ് ബാഗ് ക്രാഫ്റ്റ് ചെയ്യാൻ മറന്നുപോയടെ. എൻ്റെ ബ്ലഡ് ബാഗൊക്കെ എവിടെയാ പോയി? എനിക്ക് അറിയത്ത് പോലുമില്ല. എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ്. കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ ബ്ലഡ് ബാഗ് ഞാൻ എവിടെ കൊണ്ടുപോയി കളഞ്ഞേ? I don't even bloody remember. I'm impressed, Sam. Thank you. Not many people would have even attempted this. ചേച്ചിക്ക് ഞാൻ മാസ്ക് കണ്ട് വിട്ടേനെ ഞാൻ ഭ്രാന്തി. Not a scratch on it, and the tar inside is safe and secure. You do not disappoint, my friend. No problemo. Okay, all good. എനിക്ക് S റാങ്ക് തരൂ. Thank you.
Chiral Network. Okay. Okay. Set. Hey. Region connect. Grenade launcher. Ooh. Okay. Thank you. It No goes problems. without saying, but I am convinced that the tar is related to the BTs and the Death Stranding. After all, both it and Timefall are the defining features of the post-Stranding ecosystem. Sudden environmental changes such as these invariably lead to the extinction of organisms that fail to adapt. Those that do adapt do so by virtue of enhancers, the regions of DNA that grant successful organisms their advantages. These genetic factors are the key to evolution. But there are genes which have the opposite effect, those which disadvantage organisms. Extinction factors, as they have been called. These are the seeds of advancement and obsolescence. Such factors may lie dormant within us all, a choice waiting to be made. For every being since the advent of life itself. If so, then ancient proof may hide deep within the tar. Evidence of these genetic decisions that may aid us in navigating our current crossroads. In any event, thanks to you, I can now study the composition of the tar in greater detail. Okay. I'll make sure to share any interesting results with you later. Thank you. Well done, Sam. You furthered our research into the Death Stranding in ways you cannot imagine. Thank you again for bringing me Mama's body, as well as that ammonite. Speaking of which, my analysis of its umbilical cord is proceeding apace. I've been comparing the data against some of our restored archives. Anyway, would you mind returning to my lab? Preparations are finally complete for the chiral relay integration. If you could collect the necessary materials for the restoration work and bring them here, I would be most grateful. അപ്പോൾ ചേച്ചി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അപ്പൊ ചേച്ചി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് സ്ട്രാൻഡിങ് സംഭവിക്കുന്നതിന് ശേഷം നമ്മൾ കാണുന്ന രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് ടാറും പിന്നെ BTസും ആണ്. അപ്പോൾ ഈ ടാറും BTസും അല്ല ടാറും എന്താന്ന് പറഞ്ഞ മറന്നുപോയി പുല്ല്. ഇപ്പം എന്താണെങ്കിലും ഈ ടാറിന് ഡെത്ത് സ്ട്രാൻഡിങ് ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ആ കാരണം കൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തേക്കുന്ന ഈ ടാർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൂടെ മനസ്സിലാവും എന്നാണ് അവകാശപ്പെടുന്നത്. ഇപ്പോഴത്തേക്ക് വല്ലതും നടന്നാൽ കൊള്ളാം. പിന്നെന്താ, പിന്നെ നമ്മളിപ്പോൾ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും, അതായത് ഇതിനെ ചുറ്റിപ്പറ്റി റിസർച്ച് പരിപാടി ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ കൂട്ടിയ കാരണം കൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ ഹാർട്ട്മാൻ്റെ ലാബിലേക്ക് പോയി കഴിഞ്ഞാൽ കൈറൽ നെറ്റ്വർക്കിലേക്കുള്ള റീകണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേ കണക്ഷൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ പരിപാടികൾ ആരംഭിക്കാൻ പറ്റുമായിരിക്കും എന്നാണ് ഇപ്പോഴത്തേക്ക് അവകാശപ്പെടുന്നത്. ഓക്കെ, പറഞ്ഞാലോ ലോസ് കാർഗോ എനിക്ക് കുറച്ചെണ്ണം കൊണ്ടു തരാനുണ്ടല്ലോ. ഇതിൻ്റെ ബാറ്ററി ആക്ച്വലി ചാർജ് ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ, തിരിച്ച് കൂടി വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, സത്യം പറയാം, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അയ്യോ എൻ്റെ അമ്മേ, മറ്റേ ബോട്ട് ഓർഡർ തീർന്നു. ഓക്കെ, 90% ഡാമേജ്.
हेलो कोई है? ओह ചത്തിരിക്കുകയാണോ? അല്ല, ജീവനുണ്ടല്ലോ. Thank you, Sam. In reclaiming our past, we've uncovered a number of vital clues. Don't worry, I just got back. We have time. When you met with Mama, you experienced a strong antigen-antibody reaction, correct? There was a BT in the room. There was. But something else may have been causing it. നിനക്ക് അപ്പൊ ആ ചേച്ചിയുടെ കൊച്ചല്ലായിരുന്നു, വേറെന്തോ ആയിരുന്നു? I've discovered large quantities of chiral matter in Mama as well. Not just the usual kind that collects on our skin or on our suits. അവളുടെ ബ്ലഡിലുണ്ടായിരുന്നു. It's in all her cells. Cells that are no longer active. The BT you encountered there was special. It was her child, but also her own soul. Somehow, her car and half failed to separate. They must have remained connected through the umbilical cord. അപ്പൊ നമ്മളാണ് അവളെ കൊന്നത്, basically. That's why I didn't get a bruise where she touched me. Yes, and there's more. 10 seconds to cardiac arrest. 5, 4, 3, 2, 1. I modified the log times. Headquarters will have no record of what we say. Look, a message from Dead Man. It came with the umbilical cord. Sam, I'm sorry. You deserve to know what you were carrying. But I couldn't risk Die Hardman finding out about the case. So I had no choice but to keep it off the books. You've got to keep this between us. We still don't know if the director can be trusted. The umbilical cord was taken from Bridget's strand. Huh? I removed it in secret. The cord wasn't attached to a fetus. It was outside her body. She asked me to take care of it. Said it was the key to unlocking the Death Stranding. ബ്രിജിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മി. But she insisted that I never tell the director. നമ്മൾ ആദ്യം ഡൈ ഹാർഡ്മെന്റ് കൊണ്ടുവന്ന സംഭവം. Necrotization. Almost as if it's frozen in time. I thought Hartman might be able to make sense of it, so I had it hidden with your cargo at Mountain Knot City. Dead Man's observations were accurate. It's just like പുള്ളിക്കകത്തുള്ള കോപ്സ് പോലെ ഇതും ഇൻഫ്യൂസ്ഡ് വിത്ത് കൈറാലിയമാണ്. A very unique property. Both contain large amounts of chiralium in their cells. In other words, the president's cord was somehow connected to the beach, and that allowed it to escape the flow of time. I've put together the bones of a theory. It's patchy, but worth sharing, I think. Okay. Life on Earth has been rocked by many extinctions. Great and small, including the and Big small, Five. Okay. Including the Big Five. And if you examine the Earth's strata, its history, if you will. Oh, so അതിന്റെ ലെയർ നോക്കിക്കഴിഞ്ഞാൽ 5 ലെയർ ആയിട്ട് ഇരിപ്പുണ്ട്. Like, what if the manifestation of beaches and other associated phenomena correspond to extinction level events? You mean? Yes. Our Death Stranding could just be the latest of many. The records and research you helped us to recover strongly suggest that we are in the middle of the 6th extinction. 6th extinction? Come on. You know what this is, yes? A frozen mammoth from 10,000 years ago. Correct. And this? The Iceman from 5,300 years ago. okay, They both set. have the same umbilical cords. Bullshit. Humor me. What if the mammoth and the Iceman weren't frozen? അവര് ബീച്ചിൽ പോയതാണ്. You're saying time stopped for them
just like it did for Mama? Yeah, when the cells were infused with chiralium. All these specimens were lost in the Death Stranding, so there's no way to examine the genuine articles. But some fragments of data did survive. With the aid of the Chiral Network, we may be able to piece together something more concrete using Evo-Devo tech. All right, how's this? A dinosaur from 65.5 million years ago. Umbilical cord, not decomposed. Only mammals have umbilical cords. No. Only mammals have umbilical cords used for childbirth. This is something else. Call it a strand from the other side. I propose that mammalian umbilici are a sort of mimesis of the strand that then evolved over time. We shouldn't assume that everything about a Death Stranding is detrimental to life. Trilobites, ammonites, dinosaurs, the mammoth, the iceman, all preserved as if frozen in time, all without exception found in strands. And decomposition വന്നിട്ടില്ല. That all may have been connected to the beach. And this, when viewed in the context of the extinction entity, EE theory, leads me to surmise that organisms with strands are in fact extinction entities. You see, Sam, EEs are connected to the beach via their strands. And it is through this connection that they somehow bring about a Death Stranding. So you're saying Bridget was an extinction entity? It's far too soon to say anything for certain. And since you burned her body, we may never know. Higgs said Amelie's an EE, that she doesn't have dooms like the rest of us. Sam, think. Assume that President Strand was an EE. Isn't it possible that her daughter is too? At the very least, Higgs may hope as much now that the president is unavailable. So he kidnaps her for EE powers or whatever to cause a mass extinction. Perhaps. Perhaps not. I doubt a single EE is powerful enough to cause a Death Stranding, assuming Amelie is an EE. Well, Higgs sure thinks she's got what it takes. Indeed. And we need to get her back as soon as possible. 1 minute remaining. Please hold on to something secure. Ah, this one is real. Sam, go west. How do you want me to handle Die Hardman? With your customary reserve. Nothing good will come of him learning of our suspicions. Whatever else is going on, we still need the Chiral Network. Right. Okay. Activating lab security measures. 5, 4, 3, 2, 1. നമ്മൾ പുതിയൊരു ടേം പഠിച്ചു, എക്സ്റ്റിങ്ഷൻ എൻറ്റിറ്റി. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡൈഹാർഡ്മെൻ അല്ലോ ഇയാൾ ഹാർട്ട്മെൻ്റെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെത്ത് സ്ട്രാൻഡിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്റ്റിങ്ഷൻ ഇവൻറ്റ് കോസ് ചെയ്തേക്കുന്നത്, ലൈക്ക് കോസ് ചെയ്തേക്കുന്നല്ല, ഈ എക്സ്റ്റിങ്ഷൻ അഫക്റ്റ് ചെയ്തേക്കുന്ന സാധനങ്ങൾക്ക് എല്ലാവർക്കും മിസ്സാവാണ്ട് തന്നെ ഈ ഒരു സ്ട്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു അംബിൽക്കൽ കോഡ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 5 മില്യൺ വർഷം മുമ്പത്തെ ഡൈനോസറിനെ നോക്കിയാലും, ഇപ്പോൾ ഒരു 5000 വർഷം മുമ്പത്തെ ഐസ്മാനെ നോക്കിയാലും, ഒരു 1000 കൊല്ലം മുമ്പത്തെ മാമത്തിനെ നോക്കിയാലും എല്ലാവർക്കും ഇതേപോലത്തെ അംബിൽക്കൽ കോഡ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ കോഡ് ഡീകമ്പോസ് ചെയ്യില്ല, ഡിഗ്രേഡ് ചെയ്യില്ല, മറ്റേ പൊട്ടിത്തെറിക്കത്തില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ആൻഡ് നമ്മുടെ മമ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാത്തിയുടെ ഫുൾ ബോഡി അതുപോലെയാണ് ഇരുന്നത്. മൗണ്ടൻ നോട്ട് സിറ്റിയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ കാർഗോയിൽ, അതായത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാർഗോയിൻ്റെ അകത്ത് മറ്റേ ചേട്ടൻ, നമ്മുടെ ഡോക്ടർ ചേട്ടനുള്ളൂ BBA നോക്കിയ പുള്ളിക്കാരൻ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത്
പ്രസിഡന്റ് സ്ട്രാൻഡ്, അതായത് നമ്മുടെ മമ്മി ഇനിഷ്യലി ചത്തുപോയ നമ്മുടെ തള്ളിച്ചി പുള്ളിക്കാരത്തിയുടെ മേത്ത് നെടുത്തിരുന്ന ഒരു അമ്പൽക്കൽ കോർഡും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മേലിൻ്റെ അകത്തല്ല, പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിനും ഡീകമ്പോസിഷനും പരിപാടികളൊന്നും വന്നിട്ടില്ല. വിച്ച് ഷോസ് ദറ്റ് ഷീ വാസ് ആൻ എക്സ്റ്റിങ്ഷൻ എൻറ്റിറ്റി. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ എക്സ്റ്റിങ്ഷൻ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു ആളായിരുന്നു നമ്മുടെ മമ്മി. ആമിലി, അതായത് നമ്മുടെ സിസ്റ്റർ, അതായത് നമ്മുടെ പ്രസിഡന്റ് ചേച്ചിയുടെ മോൾ, പുള്ളിക്കാരത്തിയും ഇതുപോലത്തെ ആണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഹിഗ്സ് അവളെ കിഡ്നാപ്പ് ചെയ്തേക്കുന്നത്. സോ ഒരു മാസ് എക്സ്റ്റിങ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുള്ളിയുടെ ഉദ്ദേശം. പുരിഞ്ചിതാ? ഓക്കെ, അത്രയാണ് മനസ്സിലാക്കേണ്ട കാര്യം. It's time, Sam. When you're ready, proceed to the shore of the tar belt and begin work on the chiral relay. Okay. Once it's ready, use the Cupid to the necessary The material. supplies are limited to handle with care. All things considered, this might. Hartman knows more about the site than I do. It's about time for his wake-up call anyway. Okay. Administering shock. Stand clear. അപ്പോൾ കയൽ നെറ്റ്വർക്ക് തിരിച്ച് ഓൺലൈൻ കൊണ്ടുവരാനുള്ള മെറ്റീരിയൽസ് എല്ലാം Right. About that way station. ഇവർ തരും. The site we have chosen was an original candidate for the way station we lost. അപ്പോൾ to the tar. നമ്മൾ വേസ്റ്റ് സ്റ്റേഷൻ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞതല്ല, അത് ഇനിഷ്യലി കൺസ്ട്രക്ട് ചെയ്യാനുണ്ടായ സ്ഥലത്താണ് ഇപ്പോഴത്തേക്ക് ഇവർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Too unstable and not worth the risk. But this time it's our best shot. So let's hope we weren't right to change horses in midstream. Fortunately for us, the foundation we laid down is still പണ്ടിട്ട് തന്നെ intact. ഫൗണ്ടേഷൻ ഒക്കെ ഇപ്പോഴും All you ഉണ്ട്. have to do is transport മെറ്റീരിയൽ മാത്രം necessary അങ്ങോട്ട് കൊണ്ടുപോയിട്ട് materials. ഫിനിഷ് ചെയ്താൽ I'm മതി. afraid it's the only way we can expand the network further west. Okay. Where count. Okay, thank you. അവിടെ സുസാം റിപ്പയർ കൈറൽ റീലേ 150 കിലോയോ? മൈ ഗോഡ്, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ റീസൈക്കിളൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ഈ പവർ സ്കെയിലിന് ഇട്ടത് ജസ്റ്റ് ഇൻ കേസ് ആണ് കേട്ടോ. എങ്ങാനും നമുക്കത് തിരിച്ച് നിലത്തിട്ടിട്ട് എടുക്കേണ്ടി വന്നാലോ എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഞാൻ ഇതൊരെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി ഓർഡർ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ ലോഡ് ഓൺ ടു കാരിയർ, ലോഡ് ഓൺ ടു കാരിയർ, കരിയർ അല്ല കാരിയർ. ദൈവമേ, ഇതൊരു സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. അപ്പം അതൊക്കെ അങ്ങ് പോയാൽ മതി. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല, നമുക്ക് പതുക്കെ അങ്ങ് എത്തിയാൽ മതി. നോക്കട്ടെ, നമുക്ക് ഈ ഒരു ഡെലിവറിയും കൂടെ ചെയ്തിട്ടെ ആ ഒരു കൈറൽ വേസ്റ്റ് സ്റ്റേഷൻ കൂടെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കാം.
നേരത്തെ നമ്മൾ ചേച്ചി ടാർ എടുക്കാൻ വന്ന സ്ഥലം എത്തി കേട്ടോ. ഇവിടെ ഇനി മഴയൊന്നും പെയ്യുന്നില്ല, പക്ഷെ ഞാൻ കറങ്ങിപ്പോകാൻ പോകുന്നു. നമ്മൾ ക്യാരി ചെയ്യുന്ന വെയിറ്റ് നല്ല കൂടുതലായതുകൊണ്ടും കൂടെയാണ് കേട്ടോ ഈ ബൈക്ക് ഇത്ര സ്ലോ ആയിട്ട് പോകുന്നത്. ലോങ് റേഞ്ച് ബൈക്ക് ട്രൈക്കാണ്, അതുകൊണ്ട് തന്നെ ലൈക്ക് നല്ല ബാറ്ററി ഇനി കൈറൽ നെറ്റ്വർക്കിന്റെ വെളിയിലായി. കുറച്ചും റൈറ്റ് കോർണറിലേക്കാണ് ഞാൻ കയറാനാണ് നോക്കുന്നത്. അതാകുമ്പോഴേക്കും കല്ലിന്റെ എണ്ണം കുറവാ. പക്ഷെ ഞാൻ ഇത് ക്രോസ് ചെയ്ത് സ്ഥലം എത്തി. പൊട്ടൻഷ്യൽ അയ്യോ ആക്ടിവേറ്റ് ടെർമിനൽ. ഓക്കെ, ഡെലിവർ എല്ലാ സാധനവും. ഓക്കെ, ഡെലിവർ ഓൾ 5 കണ്ടെയ്നേഴ്സ്. ഇത് ഓർഡർ നമ്പർ 62 ആണ്. ഇനി ടോട്ടല് 8 മിഷൻ കൂടെയാണ് ബാക്കിയുള്ളത് കേട്ടോ. 60 ഡെത്ത്സ് ആൻഡ് 60 ബർത്ത്സ് ഇൻ എ ഡേ. എന്നെ കുറച്ചധികം തവണ മറ്റേ BTs പിടിച്ചായിരുന്നു, പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. അത് നമ്മുടെ മറ്റേ ബോട്ട് ഓർഡർ. കൂൾ കൂൾ കൂൾ. Good job, Sam. Now access the terminal and bring the relay online. ഇതാണ് ഫൈനൽ നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുന്ന സാധനം കേട്ടോ. ഈസ്റ്റ് നോട്ട് സിറ്റി നമ്മൾ ഓൾമോസ്റ്റ് എത്തി. അതാണ് ഈ ടാർ ബെൽറ്റിന്റെ നേരെ അപ്പുറത്തുള്ള സ്ഥലം. സോ ഇപ്പുറത്ത് ഫൈനൽ ലിങ്ക് ചെയ്യുന്ന സ്ഥലം ഈ കാണുന്ന സാധനമാണ്. There we go. Okay. And with that, we're all linked up. Set it. Once you cross the tar belt, the end will be in sight. We're this close to Emily, to America's second chance. Edgenut City awaits. The staff ഇയാളെ were sent വിശ്വസിക്കാൻ from the കൊള്ളില്ലെന്നാണ് start by എല്ലാവരും building a safe പറയുന്നത്. സോ house. അതുകൊണ്ട് Over time, they'll expand their operations and establish a new facility. In doing so, they'll carry on the legacy of the brave souls lost to the tar. All thanks to you, Sam. Now, let's figure out how to get you across this tar belt. വലിയ ബ്രിഡ്ജ് പണിയാം. ബാ. ടെർമിനൽ ലോഗ്ഡ്. ഓക്കെ. നമുക്ക് അപ്പുറത്താണ് എത്തേണ്ടത്. ഓ, എന്നാരും വിളിക്കുന്നു. The only way west is through that. ആ ടാർ ബെൽറ്റ്. To make matters worse, I don't believe your PCC is capable ഈ of building PCC വെച്ചിട്ട് anything വലിയ that will ബ്രിഡ്ജ് get ഒന്നും you ഉണ്ടാക്കാനും across. പറ്റില്ല. ഓക്കെ. There must be a way. We can't give up. Not with what's at stake. We'll see if we can't think of something here. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് But കണ്ടുപിടിച്ച് considering എടുക്കട്ടെ. everything you've been through, I wouldn't be surprised if you've already got a few ideas വല്ല of your സിപ്പ് own. ലൈൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നല്ലതെന്ന്, പക്ഷേ സാഡ്ലി. അപ്പോൾ എന്താണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി ഗൈസ് ഇറ്റ് ലൈക്ക് ഇറ്റ്. നിങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരത്തേക്കും ബൈ ബൈ.